നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. 2023-24 വർഷങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളെല്ലാം പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ മാത്രമായിട്ട് നമ്മൾ നോക്കി വരുന്ന സീരീസാണിത്. ഇതുവരെ 90 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ നമ്മൾ ടോപ്പിക് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോക്കുന്നുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ ചാനലിലെ കറണ്ട് അഫയേഴ്സ് പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കാനും കൂടി സമയം കണ്ടെത്തുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോവാം. ബഷീർ തകഴി സാഹിത്യങ്ങളെ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റി പ്രശസ്തി ആർജിച്ച ഈയിടെ അന്തരിച്ച വിഖ്യാത ഇംഗ്ലീഷ് സാഹിത്യകാരനാര്? ഉത്തരം റൊണാൾഡ് ഇ ആഷർ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് മിഠായി. ഇന്ത്യയിൽ ഏറ്റവും നീളത്തിലുള്ള കടൽപ്പാലം നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം മുംബൈ. വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല ഏത്? ഉത്തരം ക്യുസാറ്റ്. 2023 കനയ്യലാൽ സേത്തിയ പുരസ്കാര ജേതാവാരാണ്? ഉത്തരം കെ സച്ചിദാനന്ദൻ. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസായ ഗംഗാ വിലാസ് ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം വാരണാസിയും ദിബ്രുഗഡും. 2023 ജനുവരിയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ച സസ്യമേത്? ഉത്തരം നീലക്കുറിഞ്ഞി. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ്? ഉത്തരം കൊല്ലം. 2023 പുരുഷ ഹോക്കി ലോകകപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം ഏതാണ്? ഉത്തരം ഒലി എന്ന ആമയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 5G ഡ്രോൺ ഏതാണ്? ഉത്തരം സ്കൈ ഹോക്ക്. സഹർഷ് എന്ന വിദ്യാഭ്യാസ പരിപാടി ഈയിടെ അവതരിപ്പിച്ച സംസ്ഥാനമേത്? ഉത്തരം ത്രിപുര. 2023 ജനുവരിയിലെ കണക്കനുസരിച്ച് ഇന്റർനെറ്റ് വേഗതയിൽ ലോകത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഖത്തർ. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി എവിടെ? ഉത്തരം സ്വിറ്റ്സർലാൻഡിലെ ദാവോസ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ്? ഉത്തരം ഈവ. ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ് എക്സലൻസ് സെന്റർ സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തരം ഷില്ലോങ്, മേഘാലയ. ഇന്ത്യക്ക് പുറത്ത് യുദ്ധവിമാനം പറത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആരാണ്? ഉത്തരം ആവണി ലേഖാര. 2023 75ാമത് കരസേനാ ദിന പരേഡിന് വേദിയായത് എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരം ബംഗളൂരുവാണ്. ആദ്യമായിട്ടാണ് ഡൽഹിക്ക് പുറത്ത് കരസേനാ ദിന പരേഡിന് വേദി ഒരുങ്ങുന്നത്. രാജ്യത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി കൊല്ലം മാറാൻ ഇടയാക്കിയ ക്യാമ്പയിൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചാൽ ഉത്തരം ദ സിറ്റിസൺ ആണ്. 2023 ജനുവരിയിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ എത്രാമത് വാർഷികമാണ് ആഘോഷിച്ചത്? ഉത്തരം 60. തൃശൂർ ജില്ല ആസ്ഥാനമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിലവിൽ വന്ന വർഷം 1962. 2023 അരങ്ങേറിയ പ്രഥമ അണ്ടർ 19 വനിതാ T20 ലോകകപ്പിന് വേദിയായ രാജ്യമേത്? ഉത്തരം സൗത്ത് ആഫ്രിക്ക. ഈ ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഷെഫാലി വർമ്മയാണ്. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത നാവിക അഭ്യാസം 2023 പേരെന്ത്? ഉത്തരം വരുണ. ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനത്തിനോടനുബന്ധിച്ച് നൽകി വരുന്ന സ്റ്റാർട്ടപ്പ് പുരസ്കാരം 2023 നേടിയ കേരളത്തിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പിൻ്റെ പേരെന്താണ്? ഉത്തരം ഐറോ ടെക്നോളജീസ്. ഇന്ത്യയിൽ AK-203 അസോൾട്ട് റൈഫിൾസ് നിർമ്മിക്കാൻ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തരം കോർവ, ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ G20 സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്റർ സ്ഥാപിതമായത് ഏത് സർവകലാശാലയിലാണ്?
ഉത്തരം ജിൻഡാൽ യൂണിവേഴ്സിറ്റി, ഹരിയാന. കുഷ്ഠരോഗ നിർണയത്തിന് വേണ്ടി കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്താണ്? ഉത്തരം അശ്വമേധം. ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ്? ഉത്തരം ശുഭ്മാൻ ഗിൽ, ഇന്ത്യൻ താരമാണ്. 5ാമത്തെ ഇന്ത്യൻ താരമാണ്. ഇരട്ട സെഞ്ചുറി നേടുന്ന 5ാമത്തെ ഇന്ത്യൻ താരമാണ് ശുഭ്മാൻ ഗിൽ. ആദ്യമായി ഇരട്ട സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. രാജ്യത്ത് ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനമേത്? ഉത്തരം കേരളം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ഭാറോസ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറിയ രാജ്യമേത്? ഉത്തരം അമേരിക്ക. 2023 അന്തരിച്ച അസാമീസ് സാഹിത്യകാരനും 56ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തി ആരാണ്? ഉത്തരം നീൽമണി ഫുക്കൻ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ 30 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, കറണ്ട് അഫയേഴ്സിൽ നിന്നും കൂടുതൽ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ GK പാർട്ടിൽ നിന്നും ലഭിക്കുന്ന മാർക്കിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. GK പാർട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഭാഗം തീർച്ചയായും കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. മറ്റ് ഏത് ഭാഗത്തു നിന്നും മാർക്ക് നഷ്ടപ്പെട്ടാലും കറണ്ട് അഫയേഴ്സിൽ നിന്നും നമുക്കൊരു മാർക്കും നഷ്ടപ്പെടാൻ പാടില്ല. ആ ഒരു രീതിയിലാണ് ഈ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും അത്രയും പ്രാധാന്യം കൊടുത്ത് ഇതിലെ ഓരോ ചോദ്യങ്ങളും എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെയൊക്കെ റിവിഷൻസ് നിങ്ങൾക്ക് ക്വിസ് മോഡലിൽ ആവശ്യമുണ്ട് എങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെട്ടാൽ ഞാനത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് നല്ലതായാലും അതല്ല ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്നായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. നിങ്ങളുടെ കൂട്ടുകാർക്ക്, PSC പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.